ഫിറോസ് ചുട്ടിപ്പാറ നിങ്ങളെ കാണിക്കുന്നത്? ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് ടെക് വീഡിയോ ആയിട്ടൊന്നും അല്ല, ഒരു യൂട്യൂബർ കാണിച്ച ഒരു തോന്നിയാസത്തെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. തോന്നിയാസം എന്താണെന്നും അത് ഏത് ലെവലിൽ വരെ ഒന്ന് ഈ വീഡിയോ മുഴുവൻ കാണാൻ പറയാം. ഇതിൽ ഫിറോസ് ചുട്ടിപ്പാറന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ എന്റെ വീഡിയോയുടെ താഴെ പൊങ്ങാലിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം എനിക്ക് പറയാനുള്ള അഭിപ്രായം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ, ഞാൻ പുള്ളിയുടെ വീഡിയോസ് കാണാറുണ്ട്, പുള്ളിയുടെ സബ്സ്ക്രൈബറാണ്, ഒക്കെയാണ്. പക്ഷെ നമുക്ക് ഒരാൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ് റിമൂവ് ആവും. അതുകൊണ്ട് തന്നെയാണ്, കാരണം അതിൽ പോസിറ്റീവ് കമന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും. അപ്പം ഇതിന് ഒരു കാര്യം ഞാൻ പറയാം, ഫെയർ യൂസ് പോളിസിയിൽ വരുന്നതാണ്. കോപ്പിറൈറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, കാരണം നമ്മൾ അവരുടെ ലോഗോയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഓപ്പൺ ആയിട്ട് പറയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫിറോസ് ചുട്ടിപ്പാറ നമുക്കറിയാം, മലയാളികളുടെ പ്രിയങ്കരനാണ്. എന്റെയും, കാരണം ഞാൻ നോൺ വെജ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പുള്ളിയുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. പിന്നെ പുള്ളി നല്ല ഓർഫണേജസിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അന്നദാനങ്ങൾ കൊടുക്കാറുണ്ട്. അവരുണ്ടാക്കിയ വെച്ച ഭക്ഷണത്തിന് എക്സിസ്റ്റിംഗ് വരുന്നത്, ബൾക്കായിട്ട് ഉണ്ടാക്കിയ എക്സിസ്റ്റിംഗ് വരുന്നത് അവിടുത്തെ ഓർഫൻസിന് കൊടുക്കണമുണ്ട്. നല്ല കാര്യം തന്നെയാണ് ഫിറോസ് ചുട്ടിപ്പാറ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് അതിലൊരു വിയോജിപ്പില്ല. പക്ഷെ ഇത് ചെയ്തത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാനത് പ്രതികരിക്കുകയാണ്. ഇനി ഇയാളെ വെച്ച് ഞാൻ റീച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കമന്റ് ഇട്ടാൽ എനിക്കൊരു കുഴപ്പമില്ല. അതും ഒരു ലക്ഷ്യം തന്നെയാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. കാരണം ഈ ബുൾജെറ്റിന്റെ വീഡിയോ ചെയ്തപ്പോൾ അവരെ വെച്ച് ഞാൻ റീച്ച് ഉണ്ടാക്കി പറഞ്ഞു, അതും ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, ഞാനിതില് എല്ലാ യൂട്യൂബേഴ്സും റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഇതിന് ഇവിടെ ഞാൻ പറയാനുള്ള കാരണം, ഫിറോസ് ചുട്ടിപ്പാറ നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ചെയ്യുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. അതിൽ ഡിസ്ക്ലൈമറിൽ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയിൽ നിയമമില്ല, അതായത് പാമ്പിനെ കൊല്ലാനും കറി വെച്ച് കഴിക്കാനും. അതുകൊണ്ട് ഇന്തോനേഷ്യയിൽ പോയിട്ടാണ് പുള്ളി അത് ചെയ്തത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പോയിന്റ് നമ്പർ 1, ഇന്ത്യയുടെ നിയമമില്ലാത്ത ഒരു കാര്യം വീഡിയോ എടുത്തിട്ട് ഇന്ത്യയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അതാണ് കാര്യം. ഓക്കെ, ഇന്ത്യയില് പാമ്പിനെ കൊല്ലണ നിയമം ഇല്ലാത്തത് കൊണ്ട്, അനാക്കോണ്ടനെ കൊല്ലണ നിയമം ഇല്ലാത്തത് കൊണ്ട് ഇന്തോനേഷ്യയിൽ പോയി കൊന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഇന്ത്യത്തെ പ്രേക്ഷകർക്കാണ് കാണുന്നത്. അവിടെയാണ് തെറ്റ് ഫിറോസ്, അതാണ് തെറ്റ്. അല്ലാണ്ട് നിങ്ങൾ ചെയ്തതിന് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങളുടെ വ്യൂവേഴ്സ് ഉള്ളതെങ്കിൽ. ഇത് മലയാളി വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പാമ്പിനെ ഉണ്ടാക്കിയിട്ട് ആ വീഡിയോ കണ്ടിട്ട് എന്തോ പോലെ പോയി. ഒന്നാമത് നമ്മുടെ മലയാളികളിൽ എത്രയോ നാഗങ്ങളുടെ അമ്പലങ്ങളുണ്ട്, അവർക്കിത് ഹേർട്ടാണ്. പെർളശ്ശേരി അങ്ങനെയുള്ള എത്ര അമ്പലങ്ങളുണ്ട്, അവർക്കിത് മണ്ണാർശാല, പെർളശ്ശേരി അങ്ങനെയുള്ള എത്ര പമ്പമേക്കാട്ട് അങ്ങനെയുള്ള അമ്പലങ്ങൾക്കൊക്കെ അത് വളരെ ഇൻസൾട്ടാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൽ നിങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ നിയമമില്ല. അപ്പൊ ഞാൻ ഫിറോസ് ഖാനോട് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുകയാണ്. ആഫ്രിക്കയില് ചില രാജ്യങ്ങളിലെ കാനിബോളിസം ഉണ്ട് ഗോത്രവർഗക്കാരുടെ. നിങ്ങൾ ഇനി നാളെ ഇതേപോലെ ഒരാളെയും കൊണ്ടുപോയിട്ട് അവിടുത്തെ വീഡിയോ ചെയ്യോ? കാനിബോളിസം പറഞ്ഞ മനുഷ്യനെ തിന്നുന്ന ആളെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുണ്ട് ആഫ്രിക്കയിൽ, നമ്മൾ പല ഇതിലും വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട്, അപ്പൊ ഇനി കൂടെ പോകുമ്പം രതീഷ് മേനോനൊന്ന് സൂക്ഷിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ ഫ്രൈ ആക്കും. ഞാനിത് തമാശ രീതിയിൽ പറയുകയാണെങ്കിലും, ഒരു നാട്ടിലെ പണ്ട് നിങ്ങൾ മയിലിന്റെ വീഡിയോ ചെയ്യാൻ പോയി ദുബായിൽ കൊല്ലാൻ പറഞ്ഞിട്ട്, എന്നിട്ട് ലാസ്റ്റ് പ്രേക്ഷകര് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇൻക്ലൂഡിങ് മീ കമന്റ് ഇട്ടപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, അത് പ്രാങ്ക് ആക്കി മാറ്റി. ഇവിടെ നിങ്ങൾ പാമ്പിനെ കൊന്ന് കറി വെച്ചു കഴിക്കുന്നു, അല്ല ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നു. കറി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഗ്രില്ല്. ഞാൻ കണ്ടു ആ വീഡിയോ ഭാഗങ്ങളെ, കാണാൻ പറ്റുന്നില്ല. നമുക്ക് അത്രയും വിഷമം അറപ്പും ഒക്കെ ആയിട്ടാണ്. ഒരു പാമ്പിനെ നമുക്ക് ഇവിടെ കൊല്ലാൻ പാടില്ല. നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യയിൽ അതിനായിട്ടൊരു നിയമമുണ്ട്, പാടില്ല. അപ്പൊ ആ ഒരു നിയമം വയലേറ്റ് ചെയ്ത് നിങ്ങൾ എന്തിനാണ് അവിടെ പോയിട്ട് ഇട്ടിട്ട് നിങ്ങൾ അവിടെ മാത്രം ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ പോരെ? വൈ ഇന്ത്യ? നിങ്ങളുടെ പ്രേക്ഷകർ ഇന്ത്യയിലാണെന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചാൽ പോരെ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആഫ്രിക്കയിൽ പോവോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഞാൻ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.
ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രേക്ഷകര എല്ലാവരും ഹൂറേ ഹൂറേ പറഞ്ഞുതരും. വ്യത്യസ്തനായിട്ടും ഇത് ട്രോൾ ചെയ്യാൻ ആൾക്കാരുണ്ട്, പക്ഷെ വ്യത്യസ്തനായിട്ട് നിങ്ങളെ എതിർത്ത് പറയാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് അജയ് ടെക് ടിപ്സിലൂടെ അജയ് മാത്രമായിരിക്കും. ഇതിൽ നിങ്ങളുടെ ഫാൻസോ നിങ്ങളോ എന്ത് കമന്റ് ഇട്ടാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഗുഡ് ബൈ.